കണ്ണൂർ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ നേരിടുന്നത് കടുത്ത വിവേചനമെന്ന് രക്ഷിതാക്കളുടെ പരാതി. ഡിജിറ്റൽ ബോർഡിന് പണം നൽകാത്ത വിദ്യാർത്ഥികളെ മാനസികമായി അധ്യാപകരും മാനേജ്മെന്റും ദ്രോഹിക്കുന്നുവെന്നാണ് ആരോപണം. പണം നൽകാത്ത വിദ്യാർത്ഥികളെ ക്ലാസ് മാറ്റിയിരുത്തി പീഡിപ്പിക്കുകയാണെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. കടമ്പൂരിലെ വിദ്യാഭ്യാസ കൊള്ളയെപ്പറ്റി വ്യാപക പരാതികൾ ഉയർന്നിട്ടും വിദ്യാഭ്യാസ വകുപ്പിന് മിണ്ടാട്ടമില്ല. SIT അന്വേഷണ പരമ്പര തുടരുകയാണ്. എയ്ഡഡ് കൊള്ള. അധ്യയനം തുടങ്ങും മുൻപേ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജ്മെൻറ്റിൻ്റെ പെരുംകൊള്ള റിപ്പോർട്ടർ TV പുറം ലോകത്തെ അറിയിച്ചു. അതിൽ ഏറ്റവും വലിയ തട്ടിപ്പ് ഡിജിറ്റൽ ക്ലാസ് റൂമിൻ്റെ പേരിലായിരുന്നു. ഇതേ ഡിജിറ്റൽ ക്ലാസ് റൂമിനായി പണം നൽകാത്തതിന് സ്കൂളിലെ അധ്യാപകരും മാനേജ്മെൻറ്റും ഇപ്പോൾ മാനസികമായി കുട്ടികളെ പീഡിപ്പിക്കുകയാണ്. ഇത് രക്ഷിതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, 2-3 കൊല്ലം ഒന്നിച്ച് പഠിച്ചു കൂടില്ല. പിന്നെ 10th അല്ലേ, മാനസികമായിട്ടൊരു വിഷമം വേണ്ടാന്ന് വെച്ചുകൊണ്ട് അവർ നിർബന്ധത്തിൻ്റെ പേരിൽ മാത്രം ഇക്കൊല്ലവും 3000 രൂപ അടച്ച് ഡിജിറ്റൽ ക്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ക്ലാസ് വളരെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് കുട്ടികൾ തമ്മിൽ. അപ്പോൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസ് ആകുമ്പോൾ ലാസ്റ്റ് ക്ലാസ്സിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ പഠിക്കുന്നൊരു കുട്ടിയായിരിക്കും, ഡിജിറ്റൽ ഫീ അടച്ചില്ല എന്നുള്ള പേരിൽ മാത്രമാണ് ഈ കുട്ടീനെ ലാസ്റ്റ് ക്ലാസ്. അപ്പം വേറൊരാളെ കണ്ടില്ല എങ്ങനെയാണ് ഏതാ ക്ലാസ്സെന്ന് ചോദിക്കുമ്പം ലാസ്റ്റോട്ടിൽ ആ ഒരു ആൽഫബറ്റിക് മോഡൽ ഇതിൽ വരുമ്പോൾ M*, N* എന്നുള്ള പറയുമ്പോൾ അപ്പോൾ കുട്ടിക്കൊരു മനസ്സിൽ അങ്ങനെ ഓരോ കുട്ടികൾ TC വാങ്ങി പോയിട്ടുണ്ട്. പണം നൽകിയ കുട്ടികളെ A*, B* എന്നിങ്ങനെ തരംതിരിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാനസിക പ്രയാസം ചെറുതല്ല. എണ്ണം പറഞ്ഞു ഇങ്ങനെ പേര് പറയും, പേര് പറഞ്ഞിട്ട് എത്ര കുട്ടികളാണ് ഉള്ളത് ആ കുട്ടികൾ എഴുന്നേറ്റ് എത്തിക്കും. എത്തിച്ചതിന് ശേഷം പിന്നെ അടക്കണം എന്ന് പറയും. എന്നിട്ട് ഗ്രൂപ്പിൻ്റെ അകത്ത് ഒരു മാഷുണ്ട്, ക്ലാസ് മാഷുണ്ട്, നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. പണം നൽകാത്ത കുട്ടികളെ ഓടിട്ട കെട്ടിടം ചൂണ്ടിക്കാട്ടി അവിടെ ഇരുത്തി പഠിപ്പിക്കുമെന്നാണ് മാനേജർക്ക് ഒത്താശ ചെയ്യുന്ന ചില അധ്യാപകരുടെ ഭീഷണി. ഒരു മോൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫീ അടക്കാത്ത കുട്ടികളെല്ലാം വിളിച്ച് താഴെ കൊണ്ടുപോയി വേറെ റൂമിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അത് അപ്പുറമുള്ളൊരു ഓടിട്ടൊരു സ്കൂൾ കാണിച്ചിട്ട് അവരെ താഴെ തന്നെ ഫസ്റ്റ് തുടക്കത്തിലുള്ള ഒരു സ്കൂളുണ്ട്, ആ ഓടിട്ട സ്കൂൾ കാണിച്ചിട്ട് പറഞ്ഞാൽ ഫീ അടക്കാത്തവരെല്ലാം അവിടെ ഇരുത്തുന്നെല്ലാം പറഞ്ഞിട്ട് കുട്ടികളെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു കുട്ടികൾ തന്നെ പറയുന്നു. പുതിയ അധ്യയന വർഷത്തിലും പണം മാത്രം മാനദണ്ഡമാക്കി കുട്ടികളെ പച്ചയായി വേർതിരിക്കുന്ന നടപടിയിൽ വിദ്യാഭ്യാസ വകുപ്പിന് പക്ഷേ കുലുക്കമില്ല. പരാതികൾ വാങ്ങി റബ്ബർ ബാൻഡിട്ട് മേശപ്പുറത്ത് വെക്കുന്ന ഉദ്യോഗസ്ഥർ ചിന്തിക്കണം, വിദ്യാഭ്യാസം പണമുള്ളവർക്ക് മാത്രമായിരുന്നുവെങ്കിൽ നിങ്ങളിൽ പലരും പച്ചമഷി കൊണ്ട് ഒപ്പിടില്ലായിരുന്നുവെന്ന്. റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു കണ്ണൂരിൽ നിന്ന് തത്സമയം. ഗുഡ് മോർണിംഗ് അർജുൻ. ഗുഡ് മോർണിംഗ്. അർജുൻ, ഇന്ന് മോജോയിലൂടെയാണ് നമുക്കൊപ്പം ചേരുന്നതെന്ന് കേട്ടു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് ഈ മോജോ എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. തീർച്ചയായിട്ടും അത് ക്യാമറ, അതുപോലെ തന്നെ ക്യാമറാമാൻ ഒന്നും ഇല്ലാതെ സ്വന്തം തന്നെ മൊബൈൽ ജേർണലിസം എന്നുള്ളൊരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ലൈവിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ലൈവിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഡേറ്റ ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പരിഹരിക്കണം. അർജുൻ, ഈ കടമ്പൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത SIT-യിലൂടെ നടത്തിയ കണ്ടെത്തലുകൾ, ആ കണ്ടെത്തലുകൾക്ക് ശേഷം ഇപ്പോൾ പുതിയ പരാതികൾ, അതായത് എന്താണോ മാനേജ്മെന്റ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് അതിന് ഒപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി അവർ കടക്കുന്നു. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർക്ക് തുടരാൻ കഴിയുന്നത് എന്ന ചോദ്യം അപ്പോഴും അവിടെ അവശേഷിക്കുകയല്ലേ അർജുൻ? തീർച്ചയായിട്ടും സുജിയ, ഓരോ ദിവസവും നമ്മൾ അധ്യയനം തുടങ്ങുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ ഓരോ ദിവസവും ഒരു 4-5 ദിവസമായി കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രമക്കേടുകളെ കുറിച്ചുള്ള തുടർച്ചയായിട്ടുള്ള വാർത്തകൾ നൽകിയത്. ഒരു വാർത്താ പരമ്പരയായി തന്നെയാണ് നമ്മൾ ഈ കാര്യം സംപ്രേഷണം ചെയ്യുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷം വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ, രക്ഷിതാക്കൾ ഉൾപ്പെടെ, സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള പരാതികൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, അതുപോലെ തന്നെ AEO, DEO തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക്, വിദ്യാഭ്യാസ മന്ത്രിക്ക്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനൊക്കെ നിരവധിയായിട്ടുള്ള പരാതികൾ നൽകുകയും ചെയ്തു. പക്ഷേ അതിലൊന്നും തന്നെ യാതൊരുവിധ നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്ന, അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം ഇതിൽ പറയാൻ ഈ കാര്യം പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറയേണ്ടത്, കഴിഞ്ഞ ദിവസം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഓഫീസിനകത്ത് ഈ പരാതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഞാൻ ആ ഓഫീസിനകത്ത് ചെല്ലുന്നു. ഓഫീസിനകത്ത് ചെന്ന് ഞാൻ ആ വെയിറ്റിംഗ് റൂമിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ, ഏകദേശം ഒരു 1-2 മിനിറ്റ് ഞാൻ അവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കടമ്പൂർ സ്കൂൾ മാനേജറുടെ ഫോണിലേക്ക് കോൾ പോവുകയാണ്. ഇങ്ങനെ റിപ്പോർട്ടർ ചാനലിൽ നിന്നും ഒരാൾ ഈ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസിനകത്തേക്ക് വന്നിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനകത്ത് പോലും ഈ മാനേജർക്ക് ഒത്താശ നൽകുന്ന ഉദ്യോഗസ്ഥരുണ്ട്, അല്ലെങ്കിൽ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ വെളിവാക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഈ രക്ഷിതാക്കളുടെ പരാതിയായി പുറത്തു വന്നിട്ടുള്ളത് A*, B*, C*, D* തുടങ്ങിയിട്ട് വിദ്യാർത്ഥികളെ ഈ സാമ്പത്തികമായിട്ടുള്ള പണം നൽകാത്ത, ഡിജിറ്റൽ ബോർഡിന് 3000 രൂപ നൽകാത്ത വിദ്യാർത്ഥികളിൽ നിന്നും ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കുക,
നടക്കുകയാണ്. പണം നൽകാത്ത വിദ്യാർത്ഥികൾ M സ്റ്റാർ N സ്റ്റാർ തുടങ്ങിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ കാറ്റഗറിയിലേക്ക് അവരെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് കടമ്പൂരിലുള്ളത്. കൃത്യമായും പച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ സാമ്പത്തികമായി വിവേചനം കാണിക്കുന്ന, വേർതിരിച്ചിരുത്തുന്ന ഒരു സംവിധാനമാണ് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലവിലുള്ളത്. അത് വിദ്യാഭ്യാസ വകുപ്പിന് അറിയാഞ്ഞിട്ടല്ല, പരാതിയിൽ ഉൾപ്പെടെ പോയതുമാണ്. പക്ഷേ ഇതിനകത്ത് ഒരു കുലുക്കവുമില്ല. ഏതുന്നതനാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് ചോദ്യം. ആർക്കാണ് നടപടിയെടുക്കാൻ പ്രയാസമെന്നുള്ളതാണ് ചോദ്യം. അവർ ഇത്രയും കാലമായിട്ടും ഇതിനകത്ത് യാതൊരുവിധ നടപടിയും എടുക്കുന്നില്ല എന്നുള്ളത് വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതാണ്, ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ഇത്തരത്തിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചില അധ്യാപകരെല്ലാം ചിന്തിക്കണം. അവരെല്ലാം ഒരുപക്ഷെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഭാഗമായി പഠിച്ചു വന്നിട്ടുള്ളവരായിരിക്കണം. അവരെല്ലാം ഇത്തരത്തിൽ സാമ്പത്തികമായി 3000 രൂപ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കില്ല. പക്ഷേ ഏതെങ്കിലും 1-2 കുട്ടികൾക്ക് അത്തരത്തിൽ പ്രയാസമുണ്ടെങ്കിൽ കൂടി അവർ എന്തിനാണ് മാറ്റി നിർത്തുന്നത്? ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം പണം വാങ്ങാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നിയമം. പണം വാങ്ങാം. പക്ഷേ ഏതെങ്കിലും ഒരു രക്ഷിതാവിന് 3000 രൂപ കൊടുക്കുക ഈ കാലത്ത് വലിയ പ്രയാസം ഉണ്ടാകുന്ന കാര്യമല്ല. പക്ഷേ അതുപോലും വാങ്ങാൻ പാടില്ലെന്ന സർക്കാർ നിയമം അട്ടിമറിച്ചുകൊണ്ട്, സർക്കാർ നിയമത്തിനെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് കടമ്പൂരിൽ മാത്രം എന്താണ് ഈ ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കാൻ ഇത്ര അമാന്തം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം. ഇതിനകത്ത് കൃത്യമായ തോതിൽ കുട്ടികളെ വേർതിരിച്ചിരുത്തുന്നു അല്ലെങ്കിൽ കുട്ടികളിൽ ഒരു വിവേചനം കാണിക്കുന്നു എന്നത് രക്ഷിതാക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇനിയും ഈ വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുക്കുന്നില്ല എങ്കിൽ കൃത്യമായ തോതിൽ പറയുകയാണ്, ഈ കടമ്പൂർ സ്കൂളിലെ മാനേജ്മെൻറ്റിന് കീഴിൽ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അടിയറവ് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അടിയന്തരമായി വിദ്യാഭ്യാസ വകുപ്പ് ഇതിനകത്ത് ഇടപെടണം. വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ SFIയും AISFും ആ സ്ഥാപനത്തിനകത്തൊക്കെ ഒരു മാർച്ച് നടത്തിയിരുന്നു. പക്ഷേ ആ മാർച്ചൊക്കെ ഒരു തൽക്കാലം വാർത്തകളൊക്കെ വരുന്ന സമയത്ത് ഒരു കണ്ണിൽ പൊടിയിടുന്ന രീതിയിലായി പോയോ എന്നുള്ള സംശയം പോലും നമ്മൾ പ്രകടിപ്പിക്കില്ല. പക്ഷേ അതിനുശേഷം ഈ പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആ സമരങ്ങൾ ഒറ്റ സമരമായി അവിടെ അവസാനിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അന്ന് ഈ സമരം നടക്കുന്ന സമയത്ത് SFIയും AISFും AYFും ഒക്കെ തുടർ സമരങ്ങളുണ്ടാകും. ഒരു തരത്തിലും ഈ തീവെട്ടിക്കൊള്ള അവസാനിപ്പിക്കുന്നതുവരെ യാതൊരുവിധ പിന്മാറ്റവും ഞങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ള പ്രഖ്യാപനമായിരുന്നു നടത്തിയത്. പക്ഷേ അതിനുശേഷം ഈ വിദ്യാർത്ഥി സംഘടനകളെ കാണാനില്ല. അവർ യാതൊരു വിധത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നത് കാണുന്നില്ല. ഒരുപക്ഷെ ഈ മാനേജ്മെൻറ്റിൽ വിദ്യാർത്ഥി സംഘടനകളുടെ സമരവീര്യവും അടിയറവും പറഞ്ഞോ എന്നുള്ള സംശയം പോലും നമ്മൾക്കുണ്ടാവുകയാണ്. അത്തരത്തിൽ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഒരു കൊള്ള, വലിയ തോതിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു വിവേചനം, സാമ്പത്തികമായിട്ടുള്ള ഒരു വിവേചനം കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് വലിയ തോതിൽ ആശ്ചര്യപ്പെടുത്തുന്നു. വിദ്യാഭ്യാസ വകുപ്പ് എന്തുകൊണ്ട് ഇതിൽ നടപടി എടുക്കുന്നില്ല എന്നതാണ് നമ്മൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. നമ്മുടെ അന്വേഷണ പരമ്പര തുടരുകയാണ്. ഒരു മാനേജ്മെന്റിന് ഇങ്ങനെ നിർബാധം കുട്ടികളെ ദ്രോഹിക്കാൻ, അതും പണത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ മാറ്റിയിരുത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ആ മാനേജ്മെന്റ് കൂടി ഒന്ന് ചിന്തിക്കണം കേട്ടോ. വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ വിഷയം നമ്മൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അർജുൻ കല്യാടാണ് നമുക്കൊപ്പം തത്സമയം ചേർന്നത്. നിരവധി